വെറുതെ. ഇങ്ങനെയായിരുന്നു 12 മാസം മുമ്പ്. ഇങ്ങനല്ലായിരുന്നു. അന്ന് വിളിച്ച ഫീല് കൂട്. കുട്ടിമാളു, കുട്ടിശങ്കര, എന്തിനാണ് നീ കരയണം? എങ്ങനെ കരയാതിരിക്കും? എങ്ങനെ കരയാതിരിക്കും? ഞാൻ പറയാം. എങ്ങനെ കരയാതിരിക്കും? ഇത് വയറിന് കാറ്റടിക്കണം. എനിക്കറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ട് കാണും ഈ പ്രതിഭാസം. അതെ, പുള്ളി എന്താ ചെയ്യണമെന്ന് പറഞ്ഞത്? അറിയപ്പെടുന്നൊരു ചട്ടമ്പിയാ. ചട്ടമ്പിയാ? അതെ, മച്ചമ്പി. മച്ചമ്പിയല്ല, ചട്ടമ്പി. പക്ഷെ എന്തിനാണ് ഇങ്ങനെ കരയണം? എന്തിനാണ്? എന്റെ ചങ്ക് മുഴുവൻ അവളാടാ. ചങ്ക് മുഴുവൻ അവളാന്ന് മറ്റും മൊത്തം ഹോളാണല്ലോ. അയ്യോ, ഇത് പെങ്ങടെ കൊച്ചുങ്ങളെ വന്ന് രോമം ഭാര്യ. എന്റെ ചേട്ടൻ നിങ്ങൾ ഇങ്ങനെ കരയേണ്ട കാര്യം പറ. എന്താണ്? കുട്ടിസംഗമുണ്ടല്ലേ? കുട്ടിമാളു, നീ ഉണ്ടല്ലേ? ഹലോ, എനിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ഇതിനിടക്ക്? ഒരു ചെറിയ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിന്റെ ഒരു വിലയെങ്കിലും ഉണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് സാധിച്ചു തരാൻ പറ്റാത്ത ഒരു ആഗ്രഹം. എന്തോ ചേട്ടാ നീ പറയുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഒരേ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞുള്ളൂ, അത് സാധിച്ചു തരാത്ത നിങ്ങൾ ഒരു മനുഷ്യനാണോ? എവിടെ പോയാലും അവൾക്ക് പിടിക്കാൻ അറിയാം, പക്ഷെ നിങ്ങൾക്ക് പിടിക്കാൻ അറിയാൻ പാടില്ല. പറ. ഇവക്കില്ലേ അമ്പിളിമാവനെ പിടിക്കാനായിട്ട് ഞങ്ങൾ കന്യാകുമാരിക്ക് പോയി. നിനക്കറിയാവാ, ഞാൻ പറഞ്ഞ എന്റെ മോളെ നമുക്ക് പച്ച ബസ്സേ കയറാം. പച്ച ബസ്സിൽ ഞാൻ സൈഡിൽ ഗ്ലാസ് തള്ളിയിട്ടിട്ട് ബസ് ഇങ്ങനെ പോവുക. ഞാനാണെങ്കിൽ അമ്പിളിമാവനെ ട്യൂൺ ചെയ്ത് കൊണ്ടുവന്നിട്ടിരിക്കുക. ഇങ്ങനെ അമ്പിളിമാവൻ എന്റെ സ്കെച്ചിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ഒരു സിഗ്നൽ വന്നിട്ട് അമ്പിളിമാവനെ തട്ടി എന്റെ ഫ്രണ്ടിൽ ഇടാലാന്ന് വെച്ചപ്പോ ഇവള് പറയണ ചുമല ബസ്സിന് പോകാന്ന്. മിസ്സിംഗ് ആയില്ലേ? ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ കടൽപ്പുറത്ത് ചെല്ലുമ്പോ അമ്പിളിമാമ പകുതി താന്നിരിക്കുന്നു. ഒരു ഭാഗ്യം ഉണ്ടായി, സൂര്യ അസ്തമയ ഉദയം ഞങ്ങൾ കണ്ട്. അത് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. എന്തായാലും എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കേട്ടാ, നിങ്ങൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഊട്ടിക്ക് വിട്ടോളാൻ പറഞ്ഞു. അത് ഊട്ടിക്ക് വിട്ടോളാന്നല്ല, പെട്ടെന്ന് വീട്ടിൽ വിട്ടോളാന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, ഊട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്പിളിമാവനെ കിട്ടുമെന്ന് പറഞ്ഞു. ഊട്ടിലൊന്നും എങ്ങനെ അമ്പിളിമാമനെ കിട്ടുന്നത്? ഇവിടെ വലിയ മല പോയല്ലേ, അതിന്റെ മേളിൽ കയറി വെക്കുമ്പോ ഈ ചെറുക്കൻ ഇങ്ങനെ നിൽക്കുമായിരിക്കുമല്ലോ. അപ്പൊ അതിങ്ങി അങ്ങോട്ട് ചെന്നിട്ട് ഒറ്റ അടി അടിച്ച് കിറ്റിൽ കെട്ടിക്കൊണ്ടു ഇവിടെ കൊടുക്കും. പ്രശ്നം തീരുവാൻ. പ്രശ്നം തീർന്നു. അപ്പൊ പോയിട്ട് വരട്ടെ കുട്ടിമാള്. ഇല്ലേ പോരാട്ടാ. ഇത് എന്ത് കണ്ടിട്ടാണ് നീ ആളെ കെട്ടിയത്? സ്വഭാവം. നിന്റെ സ്വഭാവം അനുസരിച്ച് നീ ആദ്യം പറഞ്ഞാൽ സ്വത്ത് കണ്ടിട്ടാണ് നീ കെട്ടിയേക്കണം, മനസ്സിലായ? അല്ല, ഇവിടെ ആംബുലൻസ് ഫയർഫോഴ്സ് ഒക്കെ പെട്ടെന്ന് വിളിച്ചാൽ വരുമായിരിക്കും. ഫയർഫോഴ്സ് ഒക്കെ എപ്പോ വിളിച്ചാലും പെട്ടെന്ന് വരും. എന്താ കാര്യം? എന്താ? അല്ല, കഴിഞ്ഞിടയ്ക്ക് പുള്ളി കുളിക്കാൻ പോയപ്പോ കിണറ്റ് ആ തമ്പിളിമാവൻ കിടക്കുന്നു പറഞ്ഞൊരു ഒറ്റച്ചാട്ടം. 1.5 മണിക്കൂർ അങ്ങനെ കിടന്ന് കൈകാലിട്ട് അടിച്ച് കണ്ടെന്ന് ബോറടിച്ചപ്പോ ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചു. ഒടുവി അവര് വന്ന് പൊക്കിയെടുത്തപ്പോ കിട്ടി അമ്പിളിമാമനെ. അല്ല, പുള്ളിയുടെ കയ്യിൽ ഒരു പൊട്ടൻ ചേരാ. പൊട്ടനുണ്ടോ? പുള്ളി പൊട്ടൻ, വെറും പൊട്ടൻ. പിടിച്ചെടുത്തു, ഞാൻ പിടിച്ചെടുത്തടാ. അമ്പിളിമാവനെ കിട്ടിയോ? അതല്ല, ഒരു ഐസ്ക്രീം. എന്താണ് ഐസ്ക്രീം? നിങ്ങൾ ഒരു ടൈം പാസിംഗ് അല്ലടാ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്ത് നിൽക്കിവിടാ. അല്ല, ഇത് ഒരു ഐസ്ക്രീം 2 ഐസ്ക്രീം വേണ്ടേ? വേണ്ട, ഒരെണ്ണം മതി. നിങ്ങൾ 12 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് നീ അവൾക്ക് കോരി കൊടുക്കുന്നു, അവള് നിനക്ക് തരുന്നു. ആ സമയത്ത് ചേട്ടൻ പോയി സെറ്റ് ചെയ്തിട്ട് വരും സാധനത്തിനാണ്. ഏത് സെറ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ? പോകട്ടെ ഞാൻ. ഓക്കെ, റെഡി. എനിക്കറിയായിരുന്നു എന്തെങ്കിലും നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്ന എനിക്കറിയാം. പക്ഷെ ഇത് ഇങ്ങനെ ഒരു നിമിത്തം എനിക്കറിയാൻ പാടുന്നു. കുട്ടിമാളു, പഴയതുപോലെ നമ്മൾ സിനിമാ തിയേറ്ററിനൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കഴിക്കില്ല അതുപോലെ. മൈ മിസ്റ്റേക്ക്. സോറി, ഞാനൊരു ചെറിയ കട്ടറും പായിപ്പോയി, അത് വിട്ടുകളാ. അനിയ ക്യാരിയോൺ. കുട്ടിമാളു, ഇത് കുടിയടി. എന്താടാ നീ കൊടുക്കാന്? എന്തോ തിരിച്ചു കൊടുത്തില്ലെന്ന്. തിരിച്ചു കൊടുത്തില്ലെന്നാ? എന്ത്? എന്തോ സംഭവം നീ മേടിച്ച എന്താ അവള് ചോദിച്ചിട്ട് കൊടുക്കണില്ലെന്നാ എന്തൊക്കെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എടാ, അവള് ചോദിച്ച എന്താന്ന് വെച്ചാൽ കൊടുത്തേക്കണം. ഒരു അമ്പിളിമാമന്റെ പ്രശ്നത്തിലാണ് ഞാൻ കിടന്നിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ആ ഗതികേട് വരരുത്. എന്റെ പൊന്നു മോനെ പെട്ടെന്ന് സെറ്റ് ചെയ്തോ, ഞാൻ ബാക്കി സമാറ്റ് അവനെ ട്യൂൺ ചെയ്ത് തന്നെ ഇട്ടിരിക്കുകയാണ്. ഒറ്റ അടിക്ക് ഇവനെ ഞാനിപ്പോ കൊണ്ടുവരും. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ